നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്ത പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അപമാനകരമായ പരാമർശങ്ങളിൽ 100 കോടി വരുന്ന ഹിന്ദു സമൂഹത്തോട് രാഹുൽ മാപ്പ് പറയണമെന്നും വി മുരളീധരൻ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമയെ ബലാത്സംഗത്തിന് പോലീസ് പിടികൂടി. അറസ്റ്റിലായ ശരത് നമ്പ്യാരുടെ സ്ഥാപനം ജനക്കൂട്ടം അടിച്ചു തകർത്തു. തലശ്ശേരി പുന്നോൽ മാക്കൂട്ടം ലിമിറ്റിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചത് പരപ്പനങ്ങാടി പുത്തൻപുരക്കൽ ഹംസ. കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കൂരയിലെ ഓട് വീണ അധ്യാപകന്റെ തലയ്ക്ക് പരിക്കേറ്റത് അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്ത പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിയെന്ന് എവിടെയും പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചില്ല. അപമാനകരമായ പരാമർശങ്ങളിൽ 100 കോടി വരുന്ന ഹിന്ദു സമൂഹത്തോട് രാഹുൽ മാപ്പ് പറയണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം മുഴുവൻ ഹിംസയുടെയും വെറുപ്പിൻ്റെയും അസത്യത്തിൻ്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ്. ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം, ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ്. എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ്. വസ്തുത ഇതായിരിക്കെ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ 100 കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ഹിന്ദുക്കൾ അക്രമികളും അസത്യവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരാണെന്ന് രാഹുലിനെ ആരാണ് പഠിപ്പിച്ചത്? സഹിഷ്ണുതയുള്ള സത്യവും ധർമ്മവും മാർഗമാക്കിയ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ഹിന്ദുമതം. രാഹുലിന്റെ പ്രസംഗം കേട്ട് കൈയടിച്ച കേരളത്തിൽ നിന്നുള്ള UDF, LDF എംപിമാരും മാപ്പ് പറയണം. ഹിന്ദു സമൂഹത്തിന്റെ വോട്ട് നേടി വിജയിച്ചവരാണ് രാഹുൽ ഗാന്ധിയെ പ്രോത്സാഹിപ്പിച്ചതെന്നും വി മുരളീധരൻ ഓർമ്മിപ്പിച്ചു. ഈ പ്രസംഗം നടത്തിയപ്പോൾ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 19 ഇന്ത്യ സഖ്യത്തിലെ അംഗങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് മലയാളികൾക്കാകമാനം ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ കേരളത്തിലെ ഹിന്ദുക്കളുടെ കൂടി വോട്ട് ലഭിച്ചുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരത്ത് ശശി തരൂരാണെങ്കിലും ആറ്റിങ്ങൽ അടൂർ പ്രകാശാണെങ്കിലും ഇവരൊക്കെ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുകയും ദർശനം നടത്തുകയും തങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി കൂടി നിലകൊള്ളുന്ന ആളുകളാണെന്നുള്ള ധാരണ പലർത്താൻ ശ്രമിക്കുന്നവരും ആയിട്ടുള്ളവരാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ അടച്ചാക്ഷേപിച്ചപ്പോൾ ഇവർക്കാർക്കും ആ ആക്ഷേപം തെറ്റാണെന്ന് തോന്നിയില്ല എന്ന് മാത്രമല്ല, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ 19 പേര് ചെയ്തത്. വാസ്തവത്തിൽ മലയാളികൾക്ക് മുഴുവൻ അപമാനമാണ് ഈ തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ ഈ എംപിമാർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ പെരുമാറ്റത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് അവർ മാപ്പ് പറയണമെന്ന്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മൗനം പാലിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ പാലസ്തീൻ ജയ് വിളിച്ചത് രാഹുൽ കേട്ടില്ലേ എന്ന് മുൻ കേന്ദ്രമന്ത്രി ചോദിച്ചു. മാവോയിസ്റ്റ് ആക്രമണങ്ങളും പാകിസ്ഥാന്റെ പ്രകോപനങ്ങളും രാഹുലിന് വിഷയമല്ല. സ്പീക്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സമീപനം ഇതാദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ അനുമതി നൽകാത്ത ചിത്രങ്ങൾ സഭയിൽ ഉയർത്തിയതും ഭരണഘടനാ പദവി വഹിക്കുന്നയാൾക്ക് യോജിച്ച സമീപനമല്ല. രാഹുലിന്റെ പ്രസംഗം മുഴുവൻ അസത്യങ്ങളായിരുന്നു. രക്തസാക്ഷിത്വം വരിക്കുന്ന അഗ്നിവീറുകൾക്ക് നഷ്ടപരിഹാരം നൽകില്ലെന്നത് വസ്തുതാ വിരുദ്ധമാണ്. 1 കോടി രൂപയാണ് ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ളത്. കർഷകർക്ക് മിനിമം താങ്ങുവില നൽകുന്നില്ല എന്നതും പച്ചക്കള്ളമാണെന്നും വി മുരളീധരൻ പറഞ്ഞു.
പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമയെ ബലാത്സംഗത്തിന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം നാരായണൻകുട്ടിയുടെ മകൻ ശരത് നമ്പ്യാറാണ് പിടിയിലായത്. തിങ്കളാഴ്ച ഉച്ചയോടെ ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പയ്യന്നൂർ സ്വദേശിനിയായ 20-കാരിയെയാണ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. ചികിത്സയ്ക്കിടെ മുറി അകത്തുനിന്നും പൂട്ടിയ ശേഷമാണ് പീഡിപ്പിച്ചതെന്ന് യുവതി പറഞ്ഞു. പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത പോലീസ് രാത്രിയോടെ ശരത് നമ്പ്യാരെ കസ്റ്റഡിയിലെടുത്തു. ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ 20-കാരിയായ യുവതിയെ മാനഭംഗപ്പെടുത്തിയ കേസിലെ പ്രതിയുടെ സ്ഥാപനം ജനക്കൂട്ടം അടിച്ചു തകർത്തു. ശരത് നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിമ്മാണ് ഒരു കൂട്ടം ആളുകൾ അടിച്ചു തകർത്തത്. ശരത് നമ്പ്യാരുടെ ഉടമസ്ഥതയിലുള്ള പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിം ആണ് ആളുകൾ അടിച്ചു തകർത്തത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ നാരായണൻകുട്ടിയുടെ മകനായ ശരത് നമ്പ്യാരെ പീഡനക്കേസിൽ പയ്യന്നൂർ സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് ചൊവ്വാഴ്ച രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ഫിസിയോതെറാപ്പി ചെയ്യാനെത്തിയ പയ്യന്നൂരിന് സമീപത്തെ 20-കാരിയെ ശരത് നമ്പ്യാർ ലൈംഗികമായി പീഡിപ്പിച്ചത്. തലശ്ശേരി പുന്നോൽ മാക്കൂട്ടം ലിമിറ്റിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പരപ്പനങ്ങാടി പുത്തൻപുരക്കൽ ഹംസയാണ് മരിച്ചത്. പരപ്പനങ്ങാടി പുത്തൻപുരക്കൽ ഹംസയാണ് മരണപ്പെട്ടത്. 67 വയസ്സായിരുന്നു. മത്സ്യത്തൊഴിലാളിയാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് സംഭവം. റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന ഹംസയെ അമിത വേഗതയിൽ എത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആയിഷയാണ് ഭാര്യ. മക്കൾ അർഷാന, അനീസ. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം നടന്നത്. കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കൂരയിലെ ഓട് വീണ് അധ്യാപകന്റെ തലയ്ക്ക് പരിക്ക്. അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്കാണ് പരിക്കേറ്റത്. പയ്യാമ്പലത്തെ 80 വർഷത്തോളം പഴക്കമുള്ള ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് ബുക്ക് ഡിപ്പോയും അംഗൻവാടിയും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. 1944 പണി കഴിപ്പിച്ച കെട്ടിടമാണിത്. ഇതിനു മുന്നിൽ കാർ നിർത്തി ഇറങ്ങിയപ്പോഴാണ് അധ്യാപകന്റെ തലയിൽ ഓട് വീണത്. ബെന്നിക്ക് തലയിൽ 11 തുന്നലുണ്ട്. ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറേറ്റും വനിതാ TTIയും എല്ലാമുള്ള വളപ്പിലാണ് ഈ പഴയ കെട്ടിടവും ജില്ലാ പാഠക പുസ്തക ഡിപ്പോയും ഒപ്പം അംഗൻവാടിയും. ഓടുകൾ ഇളകി വീഴുന്ന ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. 20ഓളം പേർ ജോലി ചെയ്യുന്ന ബുക്ക് ഡിപ്പോയുടെ അവസ്ഥ പരിതാപകരമാണ്. തെരുവ് നായ്ക്കൾ കയറുകയും മഴക്കാലത്ത് ചോർന്നൊലിക്കുകയും ചെയ്യും. മറ്റൊരിടത്തേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. തലയിൽ വീഴാനായി മാത്രം തലപ്പത്തുള്ളവർ കാത്തിരിക്കല്ലേ എന്നാണ് ഇവരുടെ അപേക്ഷ. ഇന്ന് വൈകുന്നേരം 3 മണിയായപ്പോൾ RTD ഓഫീസിൽ വണ്ടി നിർത്തി ഞങ്ങൾ RTDയെ കാണാൻ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പഴയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും 2 ഓട് ഉതിർന്നു വന്ന് എൻ്റെ തലയിൽ വീഴുകയും പെട്ടെന്ന് വസ്ത്രത്തിൽ മുഴുവൻ ബ്ലഡാകുകയും ഉടൻ തന്നെ സമീപത്തെ സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകർ ഓടി വരികയും അവർ എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സംവിധാനം ആക്കി. പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 11 സ്റ്റിച്ച് തലയിൽ ഉണ്ടായിട്ടുണ്ട്. പാനൂരിൽ വിദ്യാർത്ഥികളോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താതെ ചില ബസ് ജീവനക്കാർ. കയറും മുൻപേ ബെല്ലടിച്ചതിനെ തുടർന്ന് ബസ്സിൽ നിന്ന് വീണ് ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. രാവിലെ സ്കൂളിലേക്കുള്ള യാത്രക്കിടെ പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു അപകടം. പാനൂർ പോലീസിൽ പരാതി നൽകി. ചൊവ്വാഴ്ച രാവിലെ പാനൂർ ബസ് സ്റ്റാൻഡിലായിരുന്നു അപകടം. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി പന്നിന്നൂരിലെ നിയക്കാണ് പരിക്കേറ്റത്. രാവിലെ സ്കൂളിലേക്കുള്ള യാത്രയ്ക്കിടെ പാനൂർ തലശ്ശേരി റൂട്ടിലോടുന്ന പ്രിൻസ് ബസ്സാണ് അപകടം വരുത്തിയത്. നിയ കയറുന്നതിനിടെ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഡോർ അടക്കുന്നതിനിടെ പിറകോട്ട് വീഴുകയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥിനിയെ തിരിഞ്ഞു നോക്കാൻ പോലും മെനക്കെടാതെ ബസ് യാത്ര തുടരുകയാണുണ്ടായിരുന്നതെന്ന് മറ്റു വിദ്യാർത്ഥിനികൾ പറഞ്ഞു. ബസ്സിലേക്ക് കയറുമ്പോൾ അപ്പോൾ ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ നിലത്തുണ്ട്. അപ്പോൾ അവർ ബസ് അതുപോലെ ശ്രദ്ധിക്കില്ല. അവർ വീഴുന്നു പറ്റി അതുപോലെ ആരും ശ്രദ്ധിക്കുന്നില്ല. ബസ് അപ്പോൾ പോയി. കൈക്ക് പരിക്കേറ്റ നിയ ചികിത്സ തേടി. ഇതോടെ വിദ്യാർത്ഥിനികൾ PTA പ്രസിഡന്റ് നസീർ ഇടവലത്തിന്റെ നേതൃത്വത്തിൽ പാനൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. ചില ബസ് ജീവനക്കാർ പലപ്പോഴും ബസ്സിൽ കയറാൻ അനുവദിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ സ്കൂളിൽ സമയത്തെത്താൻ പാടുപെടുകയാണെന്നും വിദ്യാർത്ഥിനികൾ പറഞ്ഞു. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഒരു കുട്ടി കാലെടുത്ത് വെച്ചിട്ട് അവൾ ഡോറടച്ച് അവൾ വീണ്. അപ്പോൾ അവരോട് മൈൻഡ് ചെയ്യാണ്ട് ബസ് എടുത്ത് ഓളെ നിലത്തുള്ളതോ
അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കുട്ടി വീണെന്നോ അങ്ങനെ ഒരു കൺസിഡറേഷൻ പോലും കൊടുക്കാണ്ട് ബസ് പോയി. നമ്മൾ ഓളെ ഹെൽപ്പ് ചെയ്ത് അടുത്ത ബസ്സിൽ കയറ്റുമ്പോൾ പാസ്സാന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ പറയും അടുത്ത ബസ്സിൽ പോകും. നമുക്ക് സ്കൂൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 9:10 ഇവിടെ നിന്നുള്ള ഒരു ഇതും കൂടെ നമ്മൾ കേൾക്കണം. എന്നിട്ട് ബസ്സിലും കയറ്റുന്നില്ല. ഡെയിലി നമ്മൾ ഒരു റുട്ടീൻ പോലെ നമ്മളിപ്പോൾ ഡെയിലി സ്റ്റാൻഡ് കാണുന്നുണ്ടാണ്. ഒന്നിക്ക് ആരെങ്കിലും വീഴും, അല്ലെങ്കിൽ കാലെടുത്ത് വെച്ചാൽ ബസ്സപ്പോൾ അടങ്ങി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമുക്ക് നമ്മളെങ്ങനെ ട്രാവൽ ചെയ്യും, നമ്മളെങ്ങനെ ഒരു സേഫ്റ്റിയിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ നമ്മൾ സ്കൂൾ വരുന്നത്. ബസ്സിൽ കടത്തുകയറുന്ന 20 ലിറ്റർ മാഹി മദ്യവുമായി മധ്യവയസ്കൻ തലശ്ശേരി എക്സൈസിന്റെ പിടിയിൽ. മാടപ്പിടികയിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെ KL 58B 7372 ശ്രീ ഗണേഷ് ബസ്സിൽ നിന്നുമാണ് പുതുച്ചേരി മദ്യം പിടികൂടിയത്. പയ്യന്നൂർ സ്വദേശി ബെന്നി സേവ്യറെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ V സുധീറും പാർട്ടിയും പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ U ഷനിത്രാജ്, O ലിജേഷ്, സിഇഒമാരായ P ബഷീർ, TK പ്രതീഷ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. തലശ്ശേരി നഗരസഭ കഴിഞ്ഞ വർഷം രൂപം കൊടുത്ത ദുരന്ത നിവാരണ സേന കൂടെയുണ്ട് കൂടപ്പിറപ്പായി പുനഃസംഘടിപ്പിച്ചു. തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നടന്ന പരിപാടിയിൽ പുതുതായി അംഗങ്ങളായവർക്കുള്ള പ്രാഥമിക പരിശീലനവും നൽകി. തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ഉദ്ഘാടനം ചെയ്തു. സാന്നിധ്യത്തോടുകൂടി നേരിടണമെങ്കിൽ ദുരന്തമുഖത്ത് നമുക്കൊരു മനസാന്നിധ്യമാണ് വേണ്ടത്. അത് നേരിടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്, പരിശീലന പരിപാടികൾ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ യാതൊരു റിമ്യൂണറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് സ്വമേധയാ നല്ല മനസ്സോടുകൂടി നമ്മുടെ നാടിനോടുള്ള ഒരു ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സേനാംഗങ്ങൾ ഇവിടെ രൂപീകൃതമാകുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തമുഖങ്ങളെ നല്ല മനസാന്നിധ്യത്തോടുകൂടി നമ്മളതിനെ നേരിടുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്ക് കൈവരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നഗരസഭയുടെ ഈ ഒരു പരിപാടി നമ്മുടെ ഈ സ്റ്റേഷൻ ഓഫീസ് ഫയർഫോഴ്സ് സ്റ്റേഷൻ്റെ അടുത്ത് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഉപകരണങ്ങളുണ്ട്. നമുക്ക് ഈ ദുരന്തമുഖത്ത് ഉപയോഗിക്കേണ്ട ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ധാരാളം ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ഏതൊരു അപകടം വരുന്ന സ്ഥലത്തും ഏറ്റവും ആദ്യം എത്തുന്നത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാണ്. അപ്പോൾ അവരുടെ കൈവശമുള്ള ആ ഉപകരണങ്ങൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻനിർത്തിയാണ് നമ്മൾ ഈ സ്റ്റേഷൻ ഓഫീസിൻ്റെ പരിസരത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സേന രൂപീകരിക്കാൻ തയ്യാറായിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, തലശ്ശേരി നഗരസഭാ ദുരന്ത നിവാരണ നോഡൽ ഓഫീസർ അനിൽകുമാർ, നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ, സ്റ്റേഷൻ ഓഫീസർ CK വാസത്ത്, തലശ്ശേരി നഗരസഭാ ദുരന്ത നിവാരണ സേന ലീഡർമാരായ COT ഷബീർ, KB വിജേഷ് എന്നിവർ പങ്കെടുത്തു. നഗരസഭാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളും യൂണിഫോമും വാങ്ങിക്കും. തുടർന്ന് ഫയർഫോഴ്സ്, പോലീസ്, ഇലക്ട്രിസിറ്റി, ആരോഗ്യ വിഭാഗം എന്നീ വിഭാഗങ്ങളുടെ 2 ദിവസത്തെ പരിശീലനവും നടക്കും. വിവിധ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്ത മഴക്കോട്ടും കുട എന്നിവയും നൽകും. കൂടാതെ കഴിഞ്ഞ വർഷം നല്ല പ്രകടനം കാഴ്ചവെച്ച സിവിൽ ഡിഫൻഡീവ് വോളണ്ടിയർമാരെയും ചടങ്ങിൽ ആദരിച്ചു. സേനയ്ക്ക് ആവശ്യമായ തുടർ പരിശീലനങ്ങൾ ഇടവേളകളിൽ നൽകും. ഫയർ ആൻഡ് റെസ്ക്യൂ സീനിയർ ഓഫീസർ ജോയ് B ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ഈ വർഷം ആദ്യം തന്നെ മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. Exclusive wedding collection, Moments of Mangalya by Lulu Sarees, Kannur, Talasheri and Kuttiyadi. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്, ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്, അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്.
കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതിഥികൾക്കായി സന്തോഷദായകമായ ആക്ടിവിറ്റീസും ലോറൽ ഗാർഡൻ അവതരിപ്പിക്കുന്നു. അതിവിശാലമായ ഡൈനിങ് ഏരിയ ലോറൽ ഗാർഡന്റെ സവിശേഷതയാണ്. ലോറൽ ഗാർഡൻ, അതെ, ഇത് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുവാൻ തികച്ചും റോയൽ ആയൊരു ഗാർഡൻ തന്നെ. കാരണം ഇത് കേവലം ഒരു ഓഡിറ്റോറിയം മാത്രമല്ല, ഓരോ ആഘോഷത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലെയും സമ്പൂർണമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അപ്പോ ആഘോഷങ്ങൾക്കും ഒത്തുചേരലും ഇനി മറക്കണ്ട. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. മറ്റു വാർത്തകളിലേക്ക്. തലശ്ശേരി നഗരസഭയുടെയും കൃഷിഭവന്റെയും കോടിയേരി ആശ്രയ കാർഷിക കർമ്മസേനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കാർഷിക സഭയും സംഘടിപ്പിച്ചു. തലശ്ശേരി സെന്റിനറി പാർക്കിലാണ് പരിപാടി നടന്നത്. ഞാറ്റുവേല ചന്തയുടെയും കാർഷിക സഭയുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി നിർവഹിച്ചു. തലശ്ശേരി കൃഷിഭവനും തലശ്ശേരി നഗരസഭയും കൈകോർത്തുകൊണ്ട് തലശ്ശേരി കൃഷിഭവന് കീഴിലുള്ള എല്ലാ കർഷക സുഹൃത്തുക്കളെയും വിളിച്ചു ചേർത്തിട്ട് നമ്മൾ ഈ ഞാറ്റുവേല ചന്ത ഉദ്ഘാടനം ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് തന്നെ കാർഷിക സംസ്കാരമാണ്. അപ്പോൾ നല്ലൊരു കാർഷിക സംസ്കാരം കൈമുതലായുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ പതുക്കെ പതുക്കെ എപ്പോഴോ നമ്മളറിയാതെ അത് കൈവിട്ടുപോയി. അപ്പോൾ മുൻകാലങ്ങളിലുള്ള സംസ്കാരം വെച്ചിട്ട് നമുക്ക് ഈ ഞാറ്റുവേല ചന്ത എന്ന് പറയുന്നത് ഞാറ്റുവേല ഉത്സവം ആയിട്ട് അന്നത്തെ കർഷകർ ആഘോഷിച്ചതാണ്. ഞാറ്റുവേല എന്ന് പറയുന്നത് ഒരു ഉത്സവം തന്നെയായിരുന്നു. കൊയ്ത്തുത്സവം പോലെയും നടീലുത്സവം പോലെയും അങ്ങനെ ഒരു ഉത്സവം തന്നെയായിരുന്നു ഞാറ്റുവേല എന്നുള്ളത്. അപ്പോൾ എല്ലായിടത്തും കർഷകർ അവരുടെ അടുത്തില്ലാത്ത ചെടികളും അതുപോലെ തന്നെ സസ്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരവരുടെ സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു ഉത്സവകാലമാണ് ഈ ഞാറ്റുവേല എന്ന് പറയുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഞാറ്റുവേലയൊന്നും അത്ര കാര്യമില്ലാത്ത ഒരു കാര്യമായി വന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൃഷി വകുപ്പും ഒക്കെ പോയ ആ നല്ല കാലത്തെ വീണ്ടും നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരാനുള്ള ത്വരിത പ്രവർത്തനത്തിൻ്റെ വഴിയിലാണ്. വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ കൗൺസിലർമാരായ N രേഷ്മ, TP ഷാനവാസ്, കോടിയേരി ആശ്രയ സെക്രട്ടറി K അച്യുതൻ, കൃഷി ഓഫീസർ P ശ്രീകുമാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ TB സിന്ധു, ജുബീഷ് ചൊവ്വ, ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ NK റിയാസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK സാഹിറ, ഷബാന ഷാനവാസ്,
സി സോമൻ എന്നിവർ പങ്കെടുത്തു. കുറ്റ്യാടി തെങ്ങിൻ തൈകൾ, കവുങ്ങ്, വിയറ്റ്നാം പ്ലാവുകളായ അമൃത, തേൻവരിക്ക, ചെമ്പൻ, ഗംലെസ്, സീഡ്ലെസ്, റെഡ് ജാക്ക്, കുറ്റ്യാട്ടൂർ വിഭാഗത്തിലെ മാവിൻ തൈകളായ തേന്മാവ്, മൂവാണ്ടൻ, കൊളമ്പ്, മൽഗോവ, കുറുക്കൻ, പപ്പായി, ബനാന, മാംഗോ, കലാപ്പൊടി, മറ്റു ഫലവൃക്ഷങ്ങളായ ഓറഞ്ച്, പേര, സപ്പോട്ട, അബിയു, ചെറുനാരങ്ങ, പുളിനാരങ്ങ, മിറാക്കിൾ ഫ്രൂട്ട്, ചിലിമ്പി, മുന്തിരി തുടങ്ങിയ ചെടികൾ. ഇതിനു പുറമെ പുതിന, മഞ്ഞൾ വിത്ത്, പച്ചക്കറി വിത്ത്, ചെണ്ടുമല്ലി, ജമന്തി, ഒപ്പം ജൈവവളങ്ങളും ചട്ടികളും ഇവിടെ ലഭ്യമാണ്. ചന്ത ബുധനാഴ്ച സമാപിക്കും. മലബാറുകാരുടെ ഹൃദയവികാരങ്ങളിലൊന്നായ തെയ്യത്തിന്റെ മുഖത്തെഴുത്തും വേഷവിധാനങ്ങളും മുതിർന്നവർക്കൊപ്പം കുട്ടികൾക്കും ഏറെ കൗതുകമുണർത്തുന്നതാണ്. അത്തരത്തിൽ തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങളൊരുക്കി ശ്രദ്ധേയനാവുകയാണ് കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി കതിരൂർ പുല്യോട് വെസ്റ്റിലെ സങ്കീർത്ത് എന്ന കൊച്ചുമിടുക്കൻ. സങ്കീർത്തിന്റെ വീടിന്റെ അകത്തളങ്ങൾ ഇപ്പോൾ ക്ഷേത്രമുറ്റം പോലെയാണ്. പുള്ളിവേട്ടക്കുരുമകൻ, പൂക്കുട്ടിച്ചാത്തൻ, വിഷ്ണുമൂർത്തി, പൊട്ടൻ ദൈവം, കുട്ടിത്തെയ്യം തുടങ്ങി നിരവധി ദൈവക്കോലങ്ങളാണ് സങ്കീർത്തിന്റെ കൈകളാൽ ഇവിടെ പിറവിയെടുത്തത്. കതിരൂർ പുല്യോട് വെസ്റ്റ് സ്വദേശിയും കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എം സങ്കീർത്ത് താൻ കണ്ടും കേട്ടും അറിഞ്ഞ തെയ്യങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ കോവിഡ് കാലത്താണ് ഉണ്ടാക്കി തുടങ്ങിയത്. കളിമണ്ണിലാണ് ആദ്യം മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത്. പിന്നീട് ഫോം ബോർഡും തകിടും നൂലും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് കൂടുതൽ ശില്പങ്ങൾ നിർമ്മിച്ചു. മുഖത്തെഴുത്തും അണിയലങ്ങളുമെല്ലാം അതേപടി പകർത്തും. പഠനത്തിന്റെ ഇടവേളകളിലാണ് ശില്പനിർമ്മാണം. തെയ്യം കലാകാരന്മാർ പുലർത്തുന്ന സൂക്ഷ്മതയും ഏകാഗ്രതയും തന്റെ കരവിരുതിലും സങ്കീർത്ത് പുലർത്തിയിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയം. എൻ്റെ പേര് സങ്കീർത്ത്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്നു. കതിരൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഈ കോവിഡ് കാലത്താണ് തെയ്യം മിനിയേച്ചറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ കുറച്ചനവധി തെയ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ MC-യിൽ ഫോം ബോർഡ്, തകിട് അങ്ങനത്തെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ തറവാട് ക്ഷേത്രമായ മണ്ടോത്തുംകാവ് പുള്ളിയോട്ടക്കോവൻ ക്ഷേത്രത്തിലെ തെയ്യങ്ങളെല്ലാം കണ്ടിട്ടാണ് അതിനെ ഉണ്ടാക്കാനുള്ള ഒരു തുടങ്ങി. സങ്കീർത്തിന് പൂർണ്ണ പിന്തുണയുമായി അച്ഛൻ സൂരജും അമ്മ രജിഷയും സഹോദരൻ സൂരജിത്തും മുത്തശ്ശിയും മുത്തച്ഛനും എല്ലാം ഒപ്പമുണ്ട്. ചെറുതിലേ ഉണ്ടാക്കലുണ്ട്. പിന്നെ ഒരു 3ാം ക്ലാസ് ആകുമ്പോൾ കളിമണ്ണോണ്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇവൻ തെയ്യത്തിൻ്റെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അധികം തെയ്യക്കാർ അണിയറെ പോയിട്ട് ആടുന്നെല്ലാം ഇങ്ങനെ മുഖത്തെഴുത്തും കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ അണിയലങ്ങളെല്ലാം നോക്കിയിട്ട് ഇതാക്കും. പിന്നെ നമ്മളെ കുറേ സുഹൃത്തുക്കളുണ്ട് തെയ്യം ഫീൽഡിലുള്ള, അവരോട് പോയി സംശയം ചോദിക്കും. ബാക്കി പിന്നെ ചെറുതിലേ ഇവനിങ്ങനെ ചെയ്തില്ലായതുകൊണ്ട് ഇപ്പം പിന്നെ കുറച്ച് വലുതാക്കിയിട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം ഇതാക്കുന്നത് ഏകദേശം ഒരു മാസം 1.5 മാസം അങ്ങനെയെല്ലാം എടുത്തിട്ടാണ് ഓരോ തെയ്യങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പം സ്കൂളെല്ലാം പോകുന്നത് കൊണ്ട് വെക്കേഷൻ ടൈമാണ് ഉണ്ടാക്കാറ്. ഇപ്പം സ്കൂള് വിട്ട് വന്നാൽ പിന്നെ രാത്രി കുറച്ച് നേരം പോലെ ഇരുന്ന് അങ്ങനെയെല്ലാം ഉണ്ടാക്കൽ. ഇനി കൂടുതൽ ഉയരമുള്ള തെയ്യശില്പങ്ങൾ നിർമ്മിക്കണമെന്ന ആഗ്രഹത്തിലാണ് സങ്കീർത്ത്. ഇതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. പിണറായി വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. SSLC, +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പിണറായി പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം പ്രമോദ് മാനന്തേരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CK നിയാസ് അധ്യക്ഷനായി. K വിനീത്, ഏരിയ സെക്രട്ടറി E സജിത്ത്, ഏരിയ പ്രസിഡന്റ് KV മോഹനൻ,
കെ മനോഹരൻ, ബി രജീന്ദ്രൻ, സി പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. സമിതിയുടെ ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ ജില്ലയിലെമ്പാടും നടന്നു വരികയാണ്. ഈ കഴിഞ്ഞ ജൂൺ 19-ാം തീയതി വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 36 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ആ 36 വർഷം പൂർത്തിയാകുന്ന വേളയിൽ സമിതിയുടെ സംസ്ഥാന സംഘടനാ ശില്പശാല വയനാട് വൈത്തിരിയിലുള്ള കേരളത്തിൽ വെച്ച് വെറ്റിനറി കോളേജിൽ വെച്ച് നടക്കുകയാണ് ഉണ്ടായത്. ക്രിമിനൽ നിയമങ്ങളിലെ പേരുമാറ്റം മാഹിയിൽ ബോധവൽക്കരണം നടത്തി. മാഹി പള്ളൂർ പോലീസ് സ്റ്റേഷനുകളിലും മാഹി കോസ്റ്റൽ ഔട്ട് പോസ്റ്റിലും പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം തുടങ്ങിയ സുപ്രധാന നിയമങ്ങളുടെ പേരുമാറ്റി പകരം പുതിയ മാറ്റങ്ങളോടെ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ നിയമം രാജ്യം മുഴുവൻ നിലവിൽ വന്നതോടെ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മാഹി പള്ളൂർ പോലീസ് സ്റ്റേഷനുകളിലും മാഹി കോസ്റ്റൽ പോലീസ് ഔട്ട് പോസ്റ്റിലുമാണ് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. 14 ദിവസത്തിനു പകരം 90 ദിവസം വരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതടക്കം നിരവധി വകുപ്പുകൾ പുതിയ ക്രിമിനൽ നിയമത്തിലുണ്ട്. ബലാത്സംഗം, ലൈംഗിക പീഡനം എന്നിവ സംബന്ധിച്ച IPCയുടെ വകുപ്പുകൾ BNS 2 നിലനിർത്തുന്നു. ബലാത്സംഗ കുറ്റം ലിംഗഭേദമില്ലാതെയാക്കി. മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവരെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്ന രീതിയിലായിരിക്കും. കുട്ടികൾക്കും സ്ത്രീകൾക്കും നിയമത്തിൽ ശക്തമായ സംരക്ഷണം ഉറപ്പുവരുത്തും. പെറ്റി കേസുകളിൽ പിടിക്കപ്പെടുന്നവരെ സാമൂഹ്യ സേവനം നടത്താൻ നിയമിക്കുന്നതായിരിക്കും ശിക്ഷാ നടപടികൾ. മാഹി പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മാഹി പോലീസ് സൂപ്രണ്ട് G ശരവണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാരതീയ സുരക്ഷാ സംഹിത and ഭാരതീയ സാക്ഷ്യ അധിനിയം, Indian United States Criminal Procedure Code area. In this new act, a lot of changes have been made in this act. Punishment to the accused person have been increased. Fine amount from ₹100,000, that amount was also increased from 5,000 to 10,000, 1 lakh to 5 lakh for the grave offences. The protection of women and children is very well safeguarded under this act, in the new act. There are some new provisions also brought in the new act. Say for example, Terrorist Act 112, 111, 112, 113. Like as organized crime, gambling and pickpocketing and cinema theaters, sale of tickets and leak of question paper, public examinations. Some of the offences have been mentioned in this organized crime. And victim is not only male but also female. In their cases, victim is the complainant is victim. So there is a witness protection scheme. It is a new welfare scheme under protection of witnesses. Witnesses who are going to depose in the court, they have to be protected under law. If there is any threat from the enemies, there is a separate provision to be raised a case against the accuser. So there are so many changes have been made in the new act.
punishment increased in the police angle. There are timelines fixed in the act. In the court also, there are so many timeline fixed for the prosecution of the accused. സർക്കിൾ ഇൻസ്പെക്ടർ ആർ ഷൺമുഖം അധ്യക്ഷനായി. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഇസ്ഹാഖ്, ഡെപ്യൂട്ടി തഹസിൽദാർ മനോജ് വളവിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു. പള്ളൂർ പോലീസ് സ്റ്റേഷനിലും മാഹി കോസ്റ്റൽ സ്റ്റേഷനിലും നടന്ന ചടങ്ങിൽ പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ നേതൃത്വം നൽകി. ഇൻസ്പെക്ടർ BM മനോജ്, SI മാരായ രാധാകൃഷ്ണൻ, റെനിൽകുമാർ, P പ്രദീപ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മുൻ MLA രാമചന്ദ്രൻ മാസ്റ്റർ, മുനിസിപ്പൽ കൗൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ എത്തിച്ചു നൽകി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ മാതൃക. 2003 SSLC ബാച്ച് സഹപാഠി വാട്സപ്പ് കൂട്ടായ്മയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. ബാഗുകൾ, കുടകൾ, നോട്ട്ബുക്ക് എന്നിവയാണ് സഹപാഠി വാട്സപ്പ് കൂട്ടായ്മ സ്കൂളിന് കൈമാറിയത്. പ്രധാനാധ്യാപകൻ KP ജയരാജൻ, PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത്, ജിതിൻ സന്ദേശ് എന്നിവർ ഏറ്റുവാങ്ങി. സഹപാഠി ഭാരവാഹികളായ PP രജീഷ്, അനീസ് ചിക്കാസ് എന്നിവർ നേതൃത്വം നൽകി. മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്നും അർഹരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി പഠന സാമഗ്രികൾ കൈമാറുമെന്നും പ്രധാനാധ്യാപകൻ KP ജയരാജൻ പറഞ്ഞു. 3 പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ചോദാവൂർ ഹൈസ്കൂളിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അവർ ഈ പഠനോപകരണങ്ങൾ സ്കൂളിന് സംഭാവന ചെയ്തിട്ടുള്ളത്. സ്കൂളിന് നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി ആ കുട്ടികൾക്ക് നമ്മൾ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പും പല സഹായങ്ങളും ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ നമ്മുടെ വിദ്യാലയത്തിന് വേണ്ടി ചെയ്തു വന്നിട്ടുണ്ട്. ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് അവരെ ഞങ്ങളുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കും. ആഗസ്റ്റിൽ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സഹപാഠി വാട്സപ്പ് കൂട്ടായ്മ. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് സൗജന്യ ദന്തപരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തൃപ്പങ്ങോട്ടൂർ LP സ്കൂൾ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാഹി ദന്തൽ കോളേജ് ഓഫ് സയൻസിന്റെ നേതൃത്വത്തിലായിരുന്നു സൗജന്യ ദന്തപരിശോധന ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് KP പ്രനീഷ് ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് ഷെജിന അധ്യക്ഷയായി. പ്രധാനാധ്യാപകൻ സുനീഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ക്യാമ്പിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. സ്കൂൾ മാനേജർ അനന്ത് കൃഷ്ണൻ, അധ്യാപകരായ അരുൺ, യദുനന്ദ്, അഭിഷ, ആഷ്ലി, സ്മിത, സ്വാതി എന്നിവർ നേതൃത്വം നൽകി. മാഹി കോളേജിന്റെ ഔദ്യോഗികത്തിൽ നടക്കുന്ന ഈ സൗജന്യമായിട്ടുള്ള ഈ ക്യാമ്പ് സൗജന്യമായി തന്ന മാഹി കോളേജിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ P കേശവദേവ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഓടയിൽ നിന്ന് എന്ന നോവലിനെ അധികരിച്ച് പുസ്തക വായനയും നടന്നു. TM ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഓടയിൽ നിന്ന് എന്ന നോവലിനെ അധികരിച്ച് പുസ്തക വായനയും നടന്നു. വായനശാല പ്രസിഡന്റ് ഷാജ് മാസ്റ്റർ മോഡറേറ്ററായി. മിനിഷ, സാന്ദ്രന എന്നിവർ പുസ്തകത്തെ വിശകലനം ചെയ്ത് സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും KM ബാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി പാനൂർ ലയൺസ് ക്ലബ്ബ് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേന്ത്രവാഴക്കന്നുകൾ വിതരണം ചെയ്തു. കാർഷിക സംസ്കാരം വിദ്യാർത്ഥികളിലൂടെ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഴക്കന്നുകൾ നൽകിയത്. ലയൺസ് ഡിസ്ട്രിക്ട് റീജിയണൽ ചെയർമാൻ PP സുധീഷ് വാഴക്കന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 1 ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മൾ കന്ന് വിതരണം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എപ്പോഴാണ് ഉപകാരപ്പെടുന്നത്? ആ കണ്ണ് കുറച്ച് വാഴ കുറച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനൊരു ഒരു പഴമെടുത്ത് ഭക്ഷിക്കുമ്പോഴാണ് ഞാൻ നട്ട തൈയിൽ നിന്ന് വന്നൊരു ഫലമാണെന്നുള്ള രീതി വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു സന്തോഷം പകരും. അത്തരം സന്തോഷങ്ങൾ പകരാൻ വേണ്ടി നമ്മുടെ കുട്ടിക്കാലം വൈകുന്നേരങ്ങൾ പഠനത്തിന് ഉപരി നിങ്ങൾ വൈകുന്നേരങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നല്ല ഗുണകരമായി തീരുന്നതാണ്. നമുക്ക് ഏത് പ്രധാനാധ്യാപകൻ KP ജയരാജൻ അധ്യക്ഷനായി.
പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാണിലാൽ, ലയൺസ് ഭാരവാഹികളായ ബിജോയ് എസ് നമ്പ്യാർ, കെ കൃഷ്ണൻ മാസ്റ്റർ, കെ മോഹൻദാസ്, പി ശ്രീധരൻ, രാജൻ നമ്പ്യാർ, കെ രമീൻ, എം ജയശീലൻ എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പി പവിത്രൻ സ്വാഗതവും സൂരജ് ധർമാലയം നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. മറ്റു വാർത്തകളിലേക്ക്. കൂത്തുപറമ്പ് നഗരസഭയുടെയും കൂത്തുപറമ്പ് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണപ്പൂവ് പദ്ധതിക്ക് മൂരിയാട് പുഞ്ചക്കലായിൽ തുടക്കമായി. കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ ഓണപ്പൂവ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷി വിളവെടുത്ത് അതിലെങ്ങനെ സ്വയം പര്യാപ്തത പൂർണ്ണമായിട്ട് കൈവരിക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ പോലും കുറേയേറെ കൃഷി ഇറക്കി കുറേയേറെ ഉൽപ്പന്നങ്ങൾ, പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നഗരസഭ വിഭാവനം ചെയ്തിട്ടുള്ളത്. കൂത്തുപറമ്പ് നഗരസഭ മാത്രമല്ല, എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചെണ്ടുമല്ലി കൃഷി നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ വെക്കുകയും അത് വളരെ വിപുലമായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് തുടരുകയാണ്. കൂത്തുപറമ്പ് നഗരസഭ കാര്യത്തിൽ കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ പരിപാടികൾ ആലോചിച്ചിരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് ഉദ്ദേശിച്ചതുപോലെയുള്ള വിളവ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയിരുന്നില്ല. 1000 ചെണ്ടുമല്ലി തൈകളാണ് ആദ്യഘട്ടത്തിൽ വെച്ചുപിടിപ്പിച്ചത്. ബിന്ദു അടിയേരിയുടെ നേതൃത്വത്തിലാണ് 10 സെന്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചിരിക്കുന്നത്.
കെ രമേശൻ അധ്യക്ഷനായി. ഷീന വിനോദ്, പി ഷൈജ, കെ അമൃത, എസ് മിനി തുടങ്ങിയവർ പങ്കെടുത്തു. ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ച് പാനൂർ ലയൺസ് ക്ലബ്ബ്. ചെമ്പാട് അരിയാക്കുലിലെ ഇവ ഡെന്റൽ കെയറിലെ ഡോക്ടർ വി മിനുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ വി മിനുവിനെ റീജിയണൽ ചെയർമാൻ പി സുധീഷ് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അതിൽ നിന്നുള്ള നാട്ടിൽ ഏറ്റവും കൃത്യാർത്ഥമായ സേവനം നടത്തുന്ന നമുക്ക് സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ ഡോക്ടർമാരെ എല്ലാവരും ആദരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഈ ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അന്ന് നമ്മുടെ മെമ്പറുടെ തന്നെ മകൻ്റെ ഭാര്യയുമായ ഡോക്ടർ വിനു അവരെ ആദരിക്കാൻ കിട്ടിയ അവസരം ഞാൻ ഭാഗ്യമായി കരുതുന്നു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായി ബിജോയ് എസ് നമ്പ്യാർ, എം രാജൻ നമ്പ്യാർ, വി കെ മോഹൻദാസ്, പി കെ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി സൂരജ് ദർബാലയം സ്വാഗതവും പി രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഡോക്ടർ വി മിനു മറുപടി പ്രസംഗം നടത്തി. പെരിങ്ങത്തൂർ പള്ളിയിൽ ഷൈഖ് അലിയുൽ കൂഫി തങ്ങൾ അവர்களுടെ ഉറൂസ് മുബാറക്കിന്റെ 2ാം ദിനത്തിൽ വിവിധ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസിന് സിജി ട്രെയിനർ റമീസ് പാറാൽ നേതൃത്വം നൽകി. അവിടെ അറബിക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഫ്രഞ്ചോ റഷ്യനോ ഏത് വിദേശ ഭാഷകൾ പഠിക്കുന്ന കുട്ടികൾക്കും കോഴ്സ് പൂർത്തിയാക്കുമ്പോഴേക്കും തന്നെ പ്ലേസ്മെന്റ് കിട്ടും. മികച്ച മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ കോഴ്സ് പൂർത്തിയാക്കുന്നതോട് തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന മികച്ച സ്ഥാപനങ്ങൾ, കേന്ദ്ര സർവകലാശാലകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭാഷാ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർവകലാശാലയാണ് IFLU, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് മെഡിക്കൽ ഫീൽഡ്. ഇപ്പം നീറ്റുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ നീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രവേശനത്തിന് ഇന്ത്യയിലുള്ള ഏക പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ഇപ്പം എല്ലാവരും നീറ്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മറ്റിപ്പോൾ എഞ്ചിനീയറിംഗിനാണെങ്കിൽ നമുക്ക് JEE ഉണ്ട്, USAT ഉണ്ട്, KEAM ഉണ്ട്, വ്യത്യസ്തമായ എൻട്രൻസ് പരീക്ഷകളുണ്ട്. മോട്ടിവേഷൻ ക്ലാസിന് ലൈഫ് സ്കിൽ ട്രെയിനർ നിസാർ പട്ടുവും നേതൃത്വം നൽകി. എല്ലാ ബുദ്ധിമുട്ട് അനുഭവിച്ചു മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ഡൽഹിയിലോട്ട് ട്രെയിൻ ചെയ്യാൻ നിർത്താൻ ചെങ്ങാടിയാണ് ഹിന്ദി ചോദിച്ചു. ചെന്നോട് ചോദിച്ചു, മലയാളിയാണല്ലേ, എൻ്റെ ഹിന്ദി അട്ടപ്പാക്കി മനസ്സിലായത് മലയാളികൾ വൃത്തിയിട്ട ഹിന്ദിയാണ്, സിമ്പിൾ ഹിന്ദിയാണ് പറഞ്ഞത്. ഇങ്ങനെ അറിയാം ഡൽഹി കോ ട്രെയിൻ ഇത് നമ്മളൊക്കെ അവിടെ ഹിന്ദി കണ്ടുള്ളൂ. ടോപ്പ് ലാംഗ്വേജ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇന്ത്യയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഡൽഹിയിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ഗോവയിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ഹൈദരാബാദിൽ ഫ്രണ്ട്സ് ഉണ്ടാവും, ഇന്ത്യയൊക്കെ കറങ്ങാൻ. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച മഹലിലെ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ മഹൽ ഭാരവാഹികൾ വിതരണം ചെയ്തു. ഉറൂസ് കമ്മിറ്റി കൺവീനർ ഫൈസൽ കുണ്ടത്തിൽ സ്വാഗതം പറഞ്ഞു. മഹല്ല് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കാസിം ഹന അധ്യക്ഷനായി. മഹല്ല് പ്രസിഡന്റ് മുസ്തഫ നെല്ലിക്ക 2ാം ദിവസത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി ഭാരവാഹികളായി സിദ്ദീഖ് കൂടത്തിൽ, അസീസ് കുന്നോത്ത്, നജീബ് നെല്ലിക്ക, മജീദ്, സൈനുദ്ദീൻ തങ്ങൾ, ഇസ്മയിൽ നെല്ലിയത്ത്, സലീം തിരുവങ്ങത്ത്, ഷംസീർ നടൽ, ഉമ്മർ കള്ളൻ്റെവിട, റഹീം, സഫ ഉസ്മാൻ, വെങ്ങോളി, SMS പെരിങ്ങത്തൂർ മേഖലാ പ്രസിഡന്റ് EA നാസർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ ഉലമ മജ്ലിസ് സംഘടിപ്പിച്ചു. തലശ്ശേരി ടൗൺ ഹാളിലാണ് പരിപാടി നടന്നത്. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ഉലമ പ്രതിനിധികൾ പങ്കെടുത്തു. രാജ്യത്തെ പൗരന്മാർക്കിടയിൽ വെറുപ്പും സംഘർഷവും സൃഷ്ടിച്ച് നിലവിലുള്ള സൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കരുതെന്നും എന്നാൽ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സംഗമഭൂമിയായ ഇന്ത്യയിൽ വ്യതിരിക്തമായ സംസ്കാരം നിലനിർത്തി സൗഹാർദ്ദം സ്ഥാപിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നും കേരള ഉലമ മജ്ലിസ് ആവശ്യപ്പെട്ടു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത ഉലമ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ജനറൽ സെക്രട്ടറി ഹുജത്തുൽ ഉലമ മൗലാന A നജീബ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ഏതു രാജ്യത്തും എപ്പോഴും സ്വീകരിക്കാൻ പാകത്തിൽ നിലനിൽക്കുന്ന ജനങ്ങളോട്, ഇസ്ലാം വന്നെത്തിയ പ്രദേശങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ടും അവിടുത്തെ സംസ്കാരങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടും അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടതിനെയൊക്കെ ശുദ്ധീകരിച്ച്, വിമലീകരിക്കേണ്ടതിനെ വിമലീകരിച്ച്, നീക്കിക്കളയേണ്ടതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപാവനമായ സംസ്കാരം അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഈ ഉമ്മത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്.
ഇതുകൊണ്ടാണ് വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ ഭാഷകളിൽ, വിവിധ രൂപങ്ങളിൽ, വിവിധ ശൈലികളിൽ രൂപപ്പെട്ടു വരുന്ന സമൂഹങ്ങളിൽ ഇസ്ലാം കടന്നു ചെന്നിടത്തെല്ലാം ഇസ്ലാമിനെ സ്വീകരിക്കപ്പെടുകയും ഇസ്ലാമിനെ വരവേൽക്കപ്പെടുകയും പൊതുസമൂഹത്തിലുള്ള ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ട് സ്വീകരിച്ചു വരികയും ചെയ്യുന്ന രൂപമുണ്ടായിരുന്നു. സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ, ഇസ്ലാമിക ഖിലാഫത്ത് നിലനിൽക്കുന്ന കാലത്ത്, ഉമവി ഖിലാഫത്തിൻ്റെ ആദ്യകാലത്തു തന്നെ ചരിത്രത്തിൻ്റെ പിൻബലത്താൽ പരിശുദ്ധ ഇസ്ലാം വന്നെത്തിയിട്ടുള്ള ഇന്ത്യ രാജ്യം, സ്വഹാബത്തിൻ്റെ കാലത്തു തന്നെ സ്വഹാബത്തിൽ നിന്നും ദീൻ മനസ്സിലാക്കിയിട്ടുള്ളവരും സ്വഹാബികൾ ചിലർ തന്നെയും ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിൽ ഇസ്ലാമുമായി കടന്നു വന്നിട്ടുണ്ട് എന്ന നഗ്ന സത്യപ്രകാരം സ്വഹാബത്തിൻ്റെ കാലത്തു തന്നെ ഇസ്ലാം വന്നെത്തിയിട്ടുള്ള ഈ കേരള സംസ്ഥാനത്തും മലബാർ പ്രദേശത്തും. വൈസ് പ്രസിഡന്റ് ഷൈഖുന കെ കുഞ്ഞാലി മുസ്ലിയാർ അധ്യക്ഷനായി. സയ്യിദ് ഹാഷിം ബാഗവി തങ്ങൾ, സയ്യിദ് ഹസൻ സക്കാഫ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, മുദാക്കര മുജീബ് വഹബി, യു ജഹ്സർ മൂനി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്ററി മര്യാദകൾക്ക് നിരക്കാത്ത പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അപമാനകരമായ പരാമർശങ്ങളിൽ 100 കോടി വരുന്ന ഹിന്ദു സമൂഹത്തോട് രാഹുൽ മാപ്പ് പറയണമെന്നും വി മുരളീധരൻ. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ആരോഗ്യ വെൽനസ് ക്ലിനിക്, ഫിറ്റ്നസ് ആൻഡ് ജിം ഉടമയെ ബലാത്സംഗത്തിന് പോലീസ് പിടികൂടി. അറസ്റ്റിലായ ശരത് നമ്പ്യാരുടെ സ്ഥാപനം ജനക്കൂട്ടം അടിച്ചു തകർത്തു. തലശ്ശേരി പുന്നോൽ മാക്കൂട്ടം ലിമിറ്റിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. മരിച്ചത് പരപ്പനങ്ങാടി പുത്തൻപുരക്കൽ ഹംസ. കണ്ണൂരിൽ ജില്ലാ ബുക്ക് ഡിപ്പോയുടെ മേൽക്കൂരയിലെ ഓട് വീണ അധ്യാപകന്റെ തലയ്ക്ക് പരിക്കേറ്റത് അങ്ങാടിക്കടവ് സ്കൂളിലെ അധ്യാപകൻ ബെന്നിക്ക. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.